ഒക്കെ വീണ്ടും ഒരു ടീസർ റിയാക്ഷൻ. അവിടെ കൃഷാന്തിൻ്റെ പുതിയ പടം മസ്തിഷ്ക മരണം അല്ലേ? അതല്ലേ മസ്തിഷ്ക മരണം? യെസ് യെസ്. അതെ, ചാനലിൽ കമൻറ്റ് ചെയ്ത വളരെ കുറച്ച് ഡയറക്ടേഴ്സിൽ ഒരാളാണ് കൃഷാന്ത്. നന്ദിയുണ്ട് ഞങ്ങളുടെ ചാനലിലെ നന്ദിയുണ്ടേ കണ്ടുപിടിച്ചതിന്, ഈ ചെറിയ ചാനലിലെ കണ്ടുപിടിച്ചതിന്. നന്ദിയുണ്ട്. നമുക്കതിൻ്റെ ടീസർ കണ്ടു നോക്കാം. ഓക്കെ. എൻ്റെ റിമോട്ട് പറഞ്ഞൊക്കെ ശരിയാകുമ്പോൾ മറവിയാണെന്ന റിമോട്ടിന്. റിമോട്ടിന് എനിക്ക് കൃഷാന്ത് രജിഷ. അതെ എന്ത് സംഭവം പോടാ? ഫ്യൂച്ചറിസ്റ്റിക് അല്ലെങ്കിൽ ഡിസ്റ്റോപ്പിയൻ. അവസാനങ്ങളാണ് എല്ലാവരും ഉണ്ടല്ലോ. ഫ്രാങ്കൻ ബൈറ്റിംഗ് ഓഫ് സൈമൺസ് മെമ്മറീസ്. മസ്തിഷ്ക മരണം, സൈമൺസ് മെമ്മറി. ഇത് ഇനി ചിലപ്പോൾ ആരെങ്കിലും മറ്റേ തലക്കകത്ത് അല്ല ബ്രെയിൻ ഡെഡായി കിടക്കുമ്പോൾ അയാളുടെ തലക്കകത്ത് അങ്ങനെ വല്ല സാധനമാണോ ഇനി? കാരണം കണ്ടിട്ടൊരു അല്ല സ്റ്റാർട്ടിങ്ങിൽ മറ്റേ മണിപിള്ളാൻ്റെ മോനുണ്ടല്ലോ നിരഞ്ജ് മറ്റേ തലക്കെന്താ പ്രശ്നം എന്ന് കാണിക്കുന്നുണ്ട്. ആ സമയത്ത് അവൻ്റെ വേൾഡിൽ നമ്മുടെ ഇപ്പോഴത്തെ വേൾഡ് അത് കഴിഞ്ഞുള്ള പോർഷനിലാണ് ഈ ഡിസ്റ്റോപ്പിയൻ ലൈൻസ് എല്ലാം കാണിച്ചേക്കാം. ഒരുപക്ഷെ അവൻ്റെ ഓർമ്മകളിൽ കാണുന്ന അവൻ കണ്ടിട്ടുള്ള ക്യാരക്ടേഴ്സ് എല്ലാം കൂടെ ഈ ഒരു ഡിസ്റ്റോപ്പിയൻ വേൾഡ് ഇതുപോലത്തെ വേഷങ്ങൾ തപ്പി നോക്കുന്നവരെ എന്റർടൈൻ ചെയ്യും. അതിനകത്ത് രജിഷ വിജയന്റെ ഒരു ഡാൻസ് ഉണ്ട്, ഐറ്റം സോങ് ഉണ്ട്. അല്ല അത് കുറച്ച് അല്ല ഭയങ്കര ചർച്ചയും പരിപാടികളൊക്കെ നടന്നായിരുന്നല്ലോ. അതിനെന്താ സൈമൺസ് മെമ്മറീസ് മാത്രമേ ഇവിടെ ഉള്ളൂ. ഫ്രാങ്കൻ ബൈറ്റിംഗ് ഓഫ് സൈമൺസ് മെമ്മറീസ്. അതെന്തോ ഇതിനർത്ഥം? പലക്കാരിലും പ്രോഗ്രാം സെറ്റ് ചെയ്യുന്നതാണ്. അതായത് ഒരാളിങ്ങനെ നിൽക്കുന്നുണ്ട്. ഫ്രാങ്കൻസ്റ്റീൻ എന്ന് പറയുന്ന ഒരാൾ ക്രിയേറ്റ് ചെയ്തത് അല്ല, അതുപോലൊരു ക്യാരക്ടർ ഇവിടെ നിൽക്കുന്നുണ്ട്. മറ്റേ ആ ഒരു കൊറിഡോറിൽ ഇങ്ങനെ ഒരാൾ നിൽക്കുന്ന ഒരു സാധനം കാണിക്കുന്നുണ്ട്. കുറേ സംഭവം കാണിക്കുന്നുണ്ട്. എന്താന്ന് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഐറ്റം ആയിരിക്കും. കാരണം പുള്ളിയുടെ എല്ലാ പടവും നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. പക്ഷെ അത് ആൾക്കാർ തിയേറ്ററിൽ കയറി കാണാറില്ല. ഞാൻ എപ്പോഴും തോന്നിയിട്ടുണ്ട് പുള്ളി ആക്ച്വലി കൊമേഴ്ഷ്യൽ സാധനമാണ് ചെയ്യുന്നത്. എല്ലാവരും കാണുമ്പോൾ വിചാരിക്കും ഇത് ഭയങ്കര വേറെ ലൈൻ സാധനമാണ്. സീരീസ് ഉണ്ടല്ലോ അതെല്ലാം പക്ക കൊമേഴ്ഷ്യൽ സീരീസാ. എന്നിട്ട് ആൾക്കാർ കാണുന്നില്ലെന്നാലോചിക്കുമ്പോഴാണ് ഇത് എനിക്ക് തോന്നുന്നു നല്ല എന്റർടൈനിങ് ആണ്. പിന്നെ ഗഗനായരുടെ പ്രൊഡ്യൂസർ ആണല്ലോ. പുള്ളിയുടെ ഏറ്റവും അല്ല അത് പ്രൊഡക്ഷനാ. അപ്പോൾ ഇത് മറ്റേ പുള്ളിയുടെ എനിക്ക് ആക്ച്വലി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്ത് കണ്ടു നോക്കുമ്പോൾ അറിയാം എന്തായാലും സ്ഥലമാണ്. എന്തായാലും പുള്ളി എല്ലാ പടവും എനിക്ക് ഇഷ്ടമാണ്. പുള്ളിയുടെ ഒരു ഫാനാണ്. സോ നമുക്കിത് ഡേറ്റ് പറഞ്ഞിട്ടില്ല, ഫെബ്രുവരിയിലാണ് റിലീസ്. സോ അപ്പോൾ ഉടനെ തന്നെ ട്രെയിലർ വരും. ഇപ്പോൾ ടീസർ ഇറങ്ങിയേക്കുന്നത്. സെൻട്രൽ ക്യാരക്ടർ അല്ല പോസ്റ്ററിൽ രജിഷയെ കാണിച്ചേക്കുന്നത്. പക്ഷേ നിരഞ്ജിലാണ് പടത്തിന്റെ ടീസർ സ്റ്റാർട്ട് ചെയ്തത്. എനിക്ക് തോന്നി നിരഞ്ജിന്റെ എന്താണെന്ന് കണ്ടറിയാം. അല്ല മറ്റേ വേൾഡിൽ അങ്ങനെ രജീഷയെ രക്ഷിക്കണം എന്നാണല്ലോ പറയുന്നത്. ഒരു ഡിസ്റ്റോപ്പിയൻ ലൈൻ ഫീൽ അല്ലേ? ഡിസ്റ്റോപ്പിയൻ ഫ്യൂച്ചറിസ്റ്റിക് ലൈൻ മറ്റേ സാധനമില്ലേ? ഏതായാലും ട്രെയിലർ കേട്ടോ. അപ്പോൾ കൂടുതൽ ഐഡിയാസ് കിട്ടാൻ ചാൻസ് ഉണ്ട്. സോ ചിലപ്പോൾ അടുത്ത ആഴ്ച കാണാൻ ചാൻസ്. കാരണം ഫെബ്രുവരി റിലീസ് അല്ലേ. അപ്പോൾ അടുത്ത അടുത്ത ആഴ്ച ട്രെയിലർ കാണാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അങ്ങനെ ട്രെയിലർ നമുക്ക് കണ്ടിട്ട് അപ്പോൾ സംസാരിക്കാൻ ബാക്കി.